അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചു. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA പരിശോധനയ്ക്ക് രക്തസാമ്പിൾ നൽകി. എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് രാവിലെ അഹമ്മദാബാദിൽ എത്തി. സിവിൽ ആശുപത്രിയിൽ രാവിലെ തന്നെ DNA പരിശോധനയ്ക്ക് ആവശ്യമായ രക്തസാമ്പിൾ നൽകി. 72 മണിക്കൂറാണ് സാമ്പിൾ പരിശോധനയ്ക്ക് ആവശ്യം. പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുക. ചൊവ്വാഴ്ചയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അവരുടെ സഹോദരനൊക്കെ എത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ തന്നെ എയർ ഇന്ത്യയുടെ അണ്ടറിൽ തന്നെയാണ് അവരിരിക്കുന്നത്. എയർ ഇന്ത്യക്കാർ തന്നെ അവരെ ടാക്സിയിൽ നേരെ ഇപ്പോൾ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ ചെന്നതിന് ശേഷം DNA ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് അവിടെ ചെന്നതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പൂർണ്ണമായും എയർ ഇന്ത്യയുടെ സ്റ്റാഫിന്റെ അണ്ടറിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് 100%. അതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എയർ ഇന്ത്യ അധികൃതർ അഹമ്മദാബാദിലെ കേരള സമാജം അടക്കമുള്ള സംഘടനകൾ നടപടികൾ വേഗത്തിലാക്കാൻ രതീഷിന് ഒപ്പമുണ്ട്. വിമാന അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ഇന്നലെ രാവിലെ മുതൽ സിവിൽ ആശുപത്രിയിൽ പ്രത്യേകം ക്രമീകരിച്ച ലാബിൽ സാമ്പിളുകൾ നൽകുന്നു. മരിച്ച വിദേശികളുടെ ബന്ധുക്കളും ഇന്നലെ മുതൽ എത്തിത്തുടങ്ങി. റിപ്പോർട്ടർ, ദില്ലി.